നിതിൻ രാജിന്റെ മരണത്തിൽ പക്ഷെ അന്വേഷണം തെറ്റായ ദിശയിലാണെന്ന് ബോധ്യപ്പെട്ടെന്ന കുടുംബം. അതുകൊണ്ടാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമമുണ്ടായെന്നും നീതി തേടി കോടതിയെ സമീപിക്കുമെന്നും നിതിന്റെ അച്ഛൻ രാജൻ പറഞ്ഞു. ഇതിന്റെ ക്രൈംബ്രാഞ്ചിലേക്ക് വിട്ടു എന്ന് പറയുന്നത് സത്യത്തിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഈ ചാനലിലൂടെയൊക്കെ വാർത്ത വന്നപ്പോഴാണ് അറിയുന്നത്. കുടുംബത്തെയോ മറ്റുള്ളവരെയോ ഒന്നും അവരാരും അറിയിച്ചിട്ടില്ല ഈ കാര്യങ്ങളൊന്നും, മോൻ്റെ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അത് കേരള പോലീസിന്റെ വീഴ്ചയായതുകൊണ്ടാവാം മറ്റന്വേഷണ ഏജൻസികളെ ഇവരിട്ടത്. പിന്നെ ഇത്രയും ദിവസമായിട്ട് ഒരാളെ പോലും അവർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പ്രിൻസിപ്പൽ റൂമിൽ വിഷ്വൽസ് അല്ലാതെ വേറെ വിഷ്വൽസ് ഒന്നും കാണിച്ചിട്ടുമില്ല. അപ്പോൾ എല്ലാം അടിമുടി പരാജയപ്പെട്ടാണ് ഈ അന്വേഷണം തുടക്കത്തിലേ വഴിതിരിച്ചു കൊണ്ടുപോകുന്നത്. ഇതിലൂടെ എല്ലാ പ്രതികളെയും രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ് മെനയുന്നതെന്നാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു സംശയം. പിന്നെ ഹർത്താലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പല കിംവദന്തികളും വന്ന് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത കണ്ടീഷനുമായി. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഹർത്താലിനോടനുബന്ധിച്ച് പറഞ്ഞില്ല. സംഘടനകൾ വന്ന് ഹർത്താൽ നടത്തുന്നത് ഇതിൻ്റെ നീതിക്ക് വേണ്ടി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ കുടുംബത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ടിങ് കൊടുത്തിട്ടുണ്ട്. വേറുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റുള്ള അന്വേഷണ ഏജൻസികളും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നാലെ ചർച്ച ചെയ്യും. പിന്നെ കോടതിയെ സമീപിക്കുന്നതും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും.